അപ്പോൾ അവർക്കൊരു ഈക്വൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ ലഭിക്കണം. മാത്രമല്ല മറ്റൊരു കാര്യം ഡെലിഗേഷനാണ്. യുവജനങ്ങളെ ഡെലിഗേറ്റ് ചെയ്യണം. ഉത്തരവാദിത്തങ്ങളെ പ്രോപ്പർ ഡെലിഗേഷൻസ് കൃത്യമായിട്ട് ചർച്ച് റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേഷൻ കൃത്യമായിട്ട് നടത്തണം. ഇത് ഭയങ്കര തീ പിടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. കാരണം നമ്മൾ പറയുന്നത് പുതിയ ശിഷ്യനും അരുത് എന്നുള്ളതാണ് നമ്മുടെ. പിന്നെ നമ്മള് എന്റെ മരണം കഴിഞ്ഞാലും എനിക്ക് സ്ഥാനം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നിപ്പം നേരിട്ട് നമ്മള് കൗൺസിൽ അല്ലെങ്കിൽ മെയിൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലോക്കൽ ചർച്ചിൽ കമ്മിറ്റിയിൽ പോലും യൗവനക്കാരെ എടുക്കത്തില്ലല്ലോ. ഈ നമുക്കറിയാം, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു ഒരിക്കലും റിജക്റ്റ് ചെയ്തില്ല, ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചില്ല. നമ്മൾ ഇവരെ ലിമിറ്റ് ചെയ്ത് വെക്കുന്തോറും ഇവർക്ക് ഈ ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു കൗതുകവും ആഗ്രഹവും വളരെയധികം കൂടത്തേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇത്രത്തോളം പറഞ്ഞു വന്നത് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഒരു ക്രൈസിസ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ മാതൃകാപരമല്ലാത്തൊരു ജീവിതം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ സഭയിലെ പ്രസംഗം, സഭയിലെ എൽഡേഴ്സിൻ്റെ സമീപനം, പാസ്റ്റർ സമീപനം, അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ അവർക്കൊരു ഒടുവിൽ പറഞ്ഞു നിർത്തിയത് അവർക്കൊരു അവസരം കൂടെ സഭയിൽ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഈ സഭയുടെ ഒരു ഭാഗമാണ്, എൻ്റെയാണ് സഭ, ഞാൻ ഈ സഭയുടെ ഒരു ഭാഗമാണെന്നുള്ള നിലയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അതുപോലെ തന്നെ ഈ പ്രസംഗത്തിൽ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു മെയിൻ ബേർഡൻ, അത് ഒരു മെയിൻ കാര്യമാണ്. കാരണം വചനത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കണം. പക്ഷേ പ്രാധാന്യം കൊടുക്കുന്ന അനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇതിൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ആദിമസഭയിലും യുവാക്കളെ എങ്ങനെ അവർ പങ്കെടുപ്പിച്ചു, യുവാക്കളെ എങ്ങനെ അവർ ചർച്ചിൻ ഭാഗമായി തീർന്നു. ബൈബിൾ നമുക്ക് തരുന്നൊരു മാതൃക എങ്ങനെയാണ്, നമ്മുടെ യുവജനങ്ങളെ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അവരെ എങ്ങനെയാണ് നമ്മൾ അടുപ്പിച്ച് നിർത്തേണ്ടത്, ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു മാതൃക എന്ത്, നമുക്ക് ആ മാതൃക പിന്തുടരാൻ പറ്റൂല, എന്താണ് ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള? ആദിമസഭയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്തതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും മറ്റു ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ ഏറ്റവും കണ്ണു തുറപ്പിച്ച ഒരു കാര്യമാണ് അക്വിലാവും പ്രിസ്കില്ലയും അപ്പല്ലോസിനെ ചേർത്ത് നിർത്തിയ ഒരു സംഭവം. അപ്പല്ലോസ് എഫെസോസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളെ 18 അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, തനിക്ക് യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനത്തെ പറ്റി മാത്രമുള്ള അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തനിക്ക് കിട്ടിയ കാഴ്ചപ്പാടിനനുസരിച്ച് വളരെ ശക്തിയോടെ യേശുവിനെ പ്രസംഗിക്കുന്ന നല്ലൊരു പ്രസംഗിയായിരുന്നു. പക്ഷേ അക്വിലാവും പ്രിസ്കില്ലയും താനൊരു പ്രൊഫഷണൽസ് ആണ് എങ്കിൽ തന്നെയും ദൈവവചനം വളരെ ആഴമായിട്ട് പഠിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളും കൂടിയായിരുന്നു. അതുകൊണ്ട് അപ്പൊല്ലോസിനെ ചേർത്ത് നിർത്തി വീട്ടിലേക്ക് കൈക്കൊണ്ടു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം അവരെ പഠിപ്പിച്ചു അപ്പൊല്ലോസിനെ. പിന്നീട് നമ്മൾ അപ്പൊല്ലോസിനെ കാണുന്നത് വളരെ ശക്തനായ ഒരു മിഷണറി ആയിട്ടാണ് നമ്മൾ അപ്പൊല്ലോസിനെ കാണുന്നത്. അപ്പോൾ അപ്പൊല്ലോസിനെ അങ്ങനെ ട്രെയിൻ ചെയ്യാനായിട്ട് ആ ഫാമിലി എടുത്ത ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ആദിമ സഭ എടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ പ്രൈസ്ലെസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് റോൾ. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും നമ്മുടെ സഭയ്ക്കും യുവജനങ്ങളെ എക്യുപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ വൈറ്റലായിട്ടുള്ള റോളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ ശുശ്രൂഷ ക്രമങ്ങളിലൊക്കെ യുവജന പങ്കാളിത്തം കൂടെ കൊടുത്താൽ വളരെ നല്ലതാണ്. സങ്കീർത്തന പ്രബോധനമൊക്കെ എന്നെയൊക്കെ ഈ സുവിശേഷീകരണത്തിലേക്ക് ഇറങ്ങാനായിട്ടൊരു മുഖാന്തരമായത് ഞങ്ങളുടെ ചർച്ചിൽ ചെറിയൊരു ചർച്ചയാണ്, പക്ഷേ ഞങ്ങളുടെ ദേവദാസൻ നൽകിയ ഞങ്ങളുടെ യുവാക്കൾക്ക് എല്ലാ ആഴ്ചയും സങ്കീർത്തനം പ്രബോധിപ്പിക്കാനായിട്ട് അവസരങ്ങൾ തരുമായിരുന്നു. സാറ് പറഞ്ഞ പോലെ നേരെ കുറേ തെറ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും അത് തിരുത്തി തരികയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്കും ആ ഒരു നിലയിൽ കയറി വരാൻ സാധിച്ചത്. അപ്പം സഭയ്ക്കുള്ളിൽ വലിയൊരു പ്രാധാന്യതയുണ്ട്, യുവജനങ്ങൾക്കുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുത്തണം. അവരുടെ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സഭയിലില്ല എന്നുള്ളൊരു അപ്പോൾ അവർക്കൊരു ഈക്വൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ ലഭിക്കണം. മാത്രമല്ല മറ്റൊരു കാര്യം ഡെലിഗേഷനാണ്. യുവജനങ്ങളെ ഡെലിഗേറ്റ് ചെയ്യണം. ഉത്തരവാദിത്തങ്ങളെ പ്രോപ്പർ ഡെലിഗേഷൻസ് കൃത്യമായിട്ട് ചർച്ച് റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേഷൻ കൃത്യമായിട്ട് നടത്തണം. മാത്രമല്ല
സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് ഇവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എൻ്റെ കുടുംബത്തിൻ്റേത് എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയിട്ട് സമൂഹത്തിലേക്ക് മറ്റുള്ളവരുടെ വിഷമം കൂടെ യേശു പഠിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ അല്ലേ വളരെ ദരിദ്രരെയും കൂടെ ചേർത്ത് കൊള്ളുന്ന ആ സുവിശേഷത്തിലേക്ക് അവരെ എക്യുപ്പ് ചെയ്യണം. യൗവനക്കാരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് മാറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം സാർ പറഞ്ഞു അപ്പല്ലോസിനെ അവർ ചേർത്ത് നിർത്തിക്കൊണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സാക്ഷ്യമാണ് എൻ്റെയും സാക്ഷ്യം. കാരണം പ്രസംഗിക്കാൻ അറിയാതിരുന്ന ഒരു കാലത്ത് സങ്കീർത്തന പ്രബോധനത്തിന് അവസരം തന്നു. സെമിനാരിയിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അരമണിക്കൂർ തന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇരുന്ന ആളാണ് ഞാൻ. കാരണം 5 മിനിറ്റ് കൂടുതൽ പറയാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല. പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കത്തക്ക വിധത്തിൽ ക്ഷമയുള്ളൊരു സഭ, എത്ര തെറ്റ് പറഞ്ഞാലും അതിന് സ്നേഹത്തോടെ തിരുത്തി തന്ന എൻ്റെ പാസ്റ്റർ, അവരാണ് ശുശ്രൂഷയിൽ മുമ്പിലേക്ക് വരാനും പിന്നീട് പ്രസംഗിക്കാനും ഒക്കെ ഒരു പ്രചോദനമായിട്ടുള്ളത്. വീണ്ടും വീണ്ടും തോറ്റുപോയ എനിക്ക് അവസരങ്ങൾ തന്നു. മണ്ടത്തരം പറഞ്ഞ് എനിക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗം ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ആണല്ലോ പറഞ്ഞത്. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇപ്പം ആദിമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മേശമേൽ ശുശ്രൂഷിപ്പാൻ എന്ന് വെച്ചാൽ ഒരു കേറ്ററിംഗ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വിളമ്പാൻ വേണ്ടി ഏൽപ്പിച്ചത് സ്തേഫാനോസ് അടക്കമുള്ള കുറച്ച് കുഞ്ഞുങ്ങളെയാണ്, 7 പേര് യുവാക്കളെ. അപ്പം സഭയൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ സഭയുടെ വലിയൊരു പാർട്ടാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ബൈബിള് നൽകുന്നൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ, ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ആത്മീക ശുശ്രൂഷ ചെയ്യട്ടെ, എന്നാൽ അടുത്തൊരു കാര്യമെങ്കിലും യുവാക്കളെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ പൗലോസ് അടുത്ത സഭയ്ക്ക് കത്ത് കൊടുത്തു വിടുമ്പോൾ അതൊരു യൗവനക്കാരനെയാണ് ഏൽപ്പിക്കുന്നത്. നീ കൊണ്ടുപോയി കത്ത് കൊടുക്കണം. അവരെ കൂടെ സഹയാത്രികരാണ് യൗവനക്കാർ. അവരെ കൂടെ കൊണ്ടു നടക്കുന്നു, അവരെ കൊണ്ട് എഴുതിക്കുന്നു, അവരെ അതിൻ്റെ ലെറ്റർ ക്യാരിയേഴ്സ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു, അവരെ വിളമ്പാൻ ആളുകളായിട്ട് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ യൂത്തിനെ നല്ലപോലെ ബിബ്ലിക്കൽ കൾച്ചർ ആദിമസഭ നല്ലപോലെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ബൈബിളിൽ നിന്ന് അങ്ങനെ യൂത്തിനെ നമുക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് യൗവനക്കാർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശു ഈ ലോകത്തിൽ ജഡാവതാരം എടുക്കുമ്പോൾ തന്നെ ഒരു മേരിയാണ് തിരഞ്ഞെടുക്കുന്നത്, യൗവനക്കാരത്തിയാണ്. പിന്നെ നോക്ക്, യേശുവിനെ വഴി ഒരുക്കാൻ വരുന്നത് 30s നിൽക്കുന്ന ഒരു ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. ഏറ്റവും അധികം എന്നെ സ്പർശിച്ചതും വളരെയധികം എന്നെ പ്രചോദിപ്പിച്ചത് യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാര്. ചരിത്രം പറയുന്നത് 15 മുതൽ 25 വയസ്സിന്റെ ഇടയ്ക്കുള്ള ആൾക്കാരാകാനാ സാധ്യത. ആകെ ടാക്സിന്റെ കാര്യം യേശുവിനോട് വന്ന് ചോദിക്കുന്ന പത്രോസാണ്. ടാക്സ് അടയ്ക്കാൻ ഒരാവശ്യമുണ്ട്. അന്നേരം അവരുടെ സംസ്കാരം അനുസരിച്ച് 20 വയസ്സിന് മേളിലുള്ളവരാ ടാക്സ് അടയ്ക്കുന്നത്. അന്നേരം ബാക്കിയുള്ളവരെല്ലാവരും 20 വയസ്സിന് താഴെ ആകാൻ സാധ്യതയുണ്ട്. അന്നേരം എല്ലാ യൂത്ത്സ് ആണ്. ഇന്നത്തെ സംവിധാനം വെച്ച് നോക്കിയാൽ അത് ഉൾക്കൊള്ളാൻ അല്പം പാടായിരിക്കും. പിന്നെ ഇത് ഭയങ്കര തീ പിടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. കാരണം നമ്മൾ പറയുന്നത് പുതിയ ശിഷ്യനുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ. പിന്നെ നമ്മള് എന്റെ മരണം കഴിഞ്ഞാലും എനിക്ക് സ്ഥാനം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന. പിന്നെ നമ്മൾ അതിനെ ഹിസ്റ്റോറിക്കലി ഒന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം, അന്നത്തെ 30 വയസ്സിലെ പുരുഷന്മാർക്കുള്ള പക്വത ഇന്നത്തെ 30 വയസ്സിലുള്ള പുരുഷന്മാർക്ക് ഉണ്ടേൽ നന്നായതേന്. അന്നേരം കാരണം അവർ അത്രയ്ക്ക് ടഫ് സർക്കംസ്റ്റാൻസിലും അത്രയ്ക്ക് കൾച്ചറലിലും പൊളിറ്റിക്കലും ഒത്തിരി ഒത്തിരി ലിമിറ്റേഷൻസിൽ വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. അവരൊത്തിരി നമ്മളെക്കാട്ടിയും സ്വഭാവപരമായിക്കോട്ടെ മെന്റൽ പരമായിക്കോട്ടെ ടോളറന്റ് ആണ്. ഒത്തിരി അവർ പഠിച്ചു വരുന്നവരാണ്. എന്നാൽ മേ ബി അതുകൊണ്ടായിരിക്കാം ഒരു കാരണം. എന്നാലും എന്നെ ചിന്തിപ്പിച്ചത് യൗവനക്കാർക്ക് ഭയങ്കര റോള് ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിനെ നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുകയാണെങ്കിൽ സാറ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരു തലമുറ മാറ്റം വരണമെന്നാണ്. ഒരു തലമുറ മാറ്റം, ലീഡർഷിപ്പിൽ ഒരു ചേഞ്ച് വരണം. അപ്പൊ ബൈബിള് പരിഗണിച്ചതുപോലെ ലീഡർഷിപ്പിലേക്കും യൗവനക്കാരെ പരിഗണിക്കണമെന്ന് ഒരു, അതായത് നമ്മുടെ ഒരു യൂത്ത് സംഘടന മാത്രമായിട്ട് ഒതുങ്ങാതെ PYPയോ YPയോ അങ്ങനെയുള്ള അത് മാത്രമായിട്ട് ഒതുങ്ങാതെ അവരെ കുറച്ചുകൂടെ സഭ അക്കോമഡേറ്റ് ചെയ്യണമെന്നാണ്. അത് ഇതിപ്പം നേരിട്ട് നമ്മള് കൗൺസിൽ അല്ലെങ്കിൽ മെയിൻ അതിലേക്ക്
പോകുന്നതിന് മുമ്പ് ലോക്കൽ ചർച്ചിൽ കമ്മിറ്റിയിൽ പോലും യൗവനക്കാരെ എടുക്കത്തില്ലല്ലോ. അന്നേരം ഓക്കെ, അവിടെ അവരെ എടുക്കോ എടുക്കാതിരിക്കോ, അത് സഭ നേതൃത്വം അതിൻ്റെ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തോട്ടെ. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. കാരണം യേശു കർത്താവ് നേരിട്ട് തെരഞ്ഞെടുത്ത് പല ആൾക്കാരെയും ശിഷ്യത്വത്തിന്റെ പാഠങ്ങളെല്ലാം ഫുൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഡെലിഗേറ്റ് ചെയ്ത് പാലസ്തീനിൽ മുഴുവൻ ചെന്ന് സുവിശേഷം പറയാൻ ഇവരെ അയച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം യേശുവിന്റെ അപ്രോച്ച് ഭയങ്കരമാണ് യൂത്ത്സിന്റെ ടുവേർഡ്സ്. പിന്നെ ഈ യോഹന്നാൻ സ്നാപകനോട് ഗബ്രിയേൽ ദൂതൻ തന്റെ പിതാവിനോട് ദൂത് പറയുമ്പോഴും പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കും. വാസ്തവത്തിൽ അവരുടെ സമൂഹത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഈ പിതാക്കന്മാരുടെ ഹൃദയം മക്കൾ പറഞ്ഞ ആ സമൂഹത്തിന്റെ മക്കളാണ് ഈ യേശുവിന്റെ ശിഷ്യന്മാര്. എല്ലാവരും പറയാറുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനമാണ് മക്കള്. അവർ ഫ്യൂച്ചർ ആണെന്ന് പറയുന്നതിനെക്കാട്ടിയും നല്ലത് യൂത്ത്സ് ഇപ്പോഴത്തേക്ക് നൗ ആണെന്ന് പറയണം. ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്. അത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററിയിൽ മാത്രമല്ല. ഇവാൻ റോബർട്ട്സ് 26-ാം വയസ്സിലാണ് വെയിൽസിൽ റിവൈവൽ നടക്കുന്നത്. ദീർഘവർഷങ്ങൾ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചതാണ്. ജോൺ വെസ്ലി ആയിക്കോട്ടെ, ഹോളി ക്ലബ്ബ് തൻ്റെ കോളേജിൽ തുടങ്ങിയത് വലിയ ഉണർവായി മാറി, മെത്തോഡിസ്റ്റ് മൂവ്മെന്റ് ആയി മാറി. പ്യൂരിറ്റനിസം ആയിക്കോട്ടെ, പിന്നെ ഓരോരോ മൂവ്മെന്റ് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. എല്ലാ മൂവ്മെന്റിലും ദൈവം യൗവനക്കാരെ വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അന്നേരം ഇവരെ ഉപയോഗിക്കാനുള്ള കാരണം ഇവരെ മെന്റർ ചെയ്യാനും ഗൈഡ് ചെയ്യാനും നല്ല ആൾക്കാർ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു യോഹന്നാൻ സ്നാപകൻ പ്രവാചകനായി ചുമ്മാ എഴുന്നേറ്റ് വന്നതല്ല, അദ്ദേഹത്തെ മെന്റർ ചെയ്യുവാൻ തൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. ദൂത് കേട്ട പിതാവ് മാതാവിനോട് പറഞ്ഞു തന്ന് പുരോഹിതനായി വരേണ്ട ആ മനുഷ്യനെ മരുഭൂമിയിലേക്ക് വിട്ട് ഇതിലേക്ക് അവര് ഏൽപ്പിച്ചു കൊടുത്ത അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ മെന്റർഷിപ്പ് ഭയങ്കരമാണ്. മേരി യോസഫിന് ഒരു റോളും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിനെ 12 വയസ്സായപ്പോഴത്തേന് യേശുവിനെ വചനം പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് ആ സമൂഹത്തിന് നല്ല റോളുണ്ട്. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ മാതാപിതാക്കളാൽ വചനം പഠിപ്പിക്കപ്പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അന്നേരം ഈ പേരന്റിങ്ങിൽ, മെന്റർഷിപ്പിൽ, ഇതിലെല്ലാം യൗവനക്കാര് കണ്ടു ആദ്യ നൂറ്റാണ്ട് സഭയിൽ എഴുന്നേറ്റ് വന്നത്, ചരിത്രത്തിൽ എഴുന്നേറ്റ് വന്നത്. അതുപോലെ ഒരു കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുമായിരുന്നെങ്കിൽ പൗലോസ് തൻ്റെ മിക്ക എഴുത്തുകളിലും പൗലോസ് സ്വന്തം കയ്യാലല്ല എഴുതിയത്, എഴുതിക്കുവാണ്. പല എഴുത്തുകൾ അയച്ചു കൊടുക്കുന്ന തിമോത്തിയോസിന്റെ കയ്യിലും ശീലാസിന്റെ കയ്യിലും ഒക്കെ. ഇവരൊക്കെ യൗവനക്കാരാണ്. ഒരു പാസ്റ്റർ സ്ഥാപിച്ച സഭയിൽ തന്നെ ഈ യൗവനക്കാരെ ആ സഭയെ പരിചരിപ്പാൻ വേണ്ടി പാസ്റ്റർ ചെയ്യാൻ അയക്കുകയാണ്. അന്നേരം ആ പാസ്റ്ററിന്റെ ഒരു ട്രസ്റ്റ് കണ്ടോ ഈ യൗവനക്കാരുടെ മേലുള്ളത്. ഇവരെ ബൈബിള് നമുക്ക് നൽകുന്ന ഒരു മോഡൽ, അവര് മിനിസ്ട്രി എൻഗേജ്ഡ് ആക്കുക. സഭയുടെ എല്ലാ കാര്യങ്ങളിലും യൗവനക്കാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുക. ഇനിയൊരു ജൂയിഷ് കൾച്ചർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മുതലേ നമ്മൾ, കാരണം ഭവനത്തിന്റെ മാതൃകപരമല്ലാത്തൊരു ജീവിതം കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ചെറുപ്പത്തിൽ തൊട്ട് കുഞ്ഞുങ്ങളെ വാക്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ശീലിപ്പിച്ചിരുന്ന വീട്ടിൽ നിന്നാണ്. തന്നെയല്ല അവര് പെസഹ പോലുള്ള അവരുടെ ഏതെങ്കിലും പ്രത്യേക പെരുന്നാളുകൾ, ഉത്സവങ്ങൾ വരുമ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്നിട്ട് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ചരിത്രം മക്കളെ പറഞ്ഞ് കുടുംബത്തിനകത്ത് ബോധ്യപ്പെടുത്തുക. പലയിടങ്ങളിലും വാക്യ ബോർഡുകൾ ഉണ്ടായിരുന്നു, അത് അവരെ പഠിപ്പിക്കുന്നു. ഇത്ര വയസ്സിനകത്ത് തോറ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് അഴിവ് സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബിബ്ലിക്കൽ പാറ്റേൺ നമ്മുടെ ഫാമിലിക്ക് ഫോളോ ചെയ്യാൻ പറ്റണം, നമ്മുടെ ചർച്ചിന് ഫോളോ ചെയ്യാൻ പറ്റണം, ശുശ്രൂഷകന്മാർക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ശുശ്രൂഷകന്മാരുടെ തന്നെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുവാണ് അവര്. അല്ലെങ്കിൽ എനിക്കുള്ള എനിക്ക് മാത്രമേ ഇരിക്കട്ടെ എന്നല്ല, അത് യൗവനക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. പല അതിൽ അവര് സത്യം പറഞ്ഞ ഈ അവരുടെ അവസരം പോയാലും ഈ അവസരവാദികളല്ല അവര്. അവസരത്തിൽ യൗവനക്കാർ വളർന്ന് വരുന്നത് കണ്ട് സന്തോഷിക്കുവാണ്. അത് സഭയായിക്കോട്ടെ, ശുശ്രൂഷകന്മാരായിക്കോട്ടെ. അങ്ങനത്തെ ഒരു മനോഭാവം ബിബ്ലിക്കൽ ഇതിൽ നമുക്ക് കാണാം. അത് നമുക്ക്
പ്രായോഗികമാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ യൗവനക്കാരുടെ ഭാവി ഒന്നും നമുക്ക് പ്രവചിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം അവരെ ഉപയോഗിക്കും. അന്ത്യകാലത്തിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നുണ്ട്, അന്ത്യകാലത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ അയക്കും. മലാക്കി അത് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ 4-ാം അധ്യായത്തിൽ. ഐ വിൽ സെൻഡ് എ പ്രോഫിറ്റ്. ഒരു വ്യക്തിയല്ല, ഒരു സമൂഹത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കും. അനേക പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് തിരിയത്തക്ക രീതിയിൽ ഒരു വലിയ മൂവ്മെന്റ് ദൈവം ഈ കാലഘട്ടത്തിൽ അയക്കും. അതിൽ നമ്മളെപ്പോലത്തെ ഒത്തിരി യൗവനക്കാരെ ദൈവം സമൂഹത്തിൽ എഴുന്നേൽപ്പിക്കും. ഒരു വലിയ മൂവ്മെന്റ് നമ്മുടെ സമൂഹത്തിൽ നടക്കും. ദൈവം അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മുമ്പോട്ട് പ്രായോഗികമായിട്ട് സഭയുടെ മുമ്പിൽ വെക്കാനുള്ളൊരു മാർഗനിർദ്ദേശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ യൂത്തിനെ മടക്കി കൊണ്ടുവരാൻ? ഇപ്പം ഒരു ബിബ്ലിക്കൽ മോഡൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൈബിൾ ആദിമ സഭ എന്താണ് ചെയ്തത് യൂത്തിനെ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മുമ്പിലേക്ക് വെക്കാൻ കഴിയുന്ന ഒരു സജഷൻ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ, മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രായോഗിക മാർഗം നമ്മുടെ സഭ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ എൽഡേഴ്സ്, നമ്മൾ എങ്ങനെ അതിനുവേണ്ടി തയ്യാറാകണം? എങ്ങനെ നമുക്ക് അവരെ മടക്കി കൊണ്ടുവരാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഭയ്ക്കുള്ളിൽ ഒരു ഇൻട്രാക്റ്റീവ് സ്റ്റൈൽ രീതിയിലുള്ള സംഭാഷണങ്ങൾ യുവജനങ്ങളുമായിട്ടുണ്ടാകണം. റെലവൻ്റായിട്ട് അവരുടെ ഈ ഏജ് ഗ്രൂപ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് അത്തരത്തിൽ ദൈവവചനമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള വചന പഠനങ്ങൾ ഉണ്ടാകണം. പ്രസംഗങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവവചന പഠനം ഈ യൗവനക്കാർ ഈ ഒരു പ്രായത്തിൽ അഭിമുഖീകരിക്കുന്ന റിലവൻറ്റ് കറണ്ട് ഇഷ്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം. ഈ ഒരു പ്രായത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംശയങ്ങൾ ഉണ്ടാകുക. അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുടെ വലിയൊരു കൂമ്പാരവുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ICPFന്റെ ക്യാമ്പുകളിലൊക്കെ ഒരു ചോദ്യോത്തര വേളയൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇപ്പോൾ കൈയിൻ്റെ ഭാര്യ ആരാണെന്നോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവർ കഴിഞ്ഞ തലമുറ ജീവിച്ച ഒരു പശ്ചാത്തലത്തിലല്ല അവർ ജീവിക്കുന്നത്. വളരെ വ്യത്യസ്തമാണ്. ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇവർ അഭിമുഖീകരിക്കുന്ന തലമുറ വളരെ കൂടുതലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള, ടെക്നോളജിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന, ടെക്നോളജിയെ വളരെ സൂക്ഷ്മമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിളായിട്ടുള്ളൊരു ജനറേഷനാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉയരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും വളരെ വലുതാണ്. അതിനനുസരിച്ചുള്ള പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ പഠിക്കാൻ കഴിവുള്ള അത്തരത്തിലുള്ള ദൈവവചന പഠന രീതികൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു കാര്യം അഡാപ്റ്റബിലിറ്റി. നമ്മൾ യൗവനക്കാരെ ചേർത്ത് നിർത്താനായിട്ട് നമ്മൾ പരിശീലിക്കപ്പെടുക. പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ നിന്ന് ഇവർ അന്യഗ്രഹ ജീവികളാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ആ രീതി മാറ്റിയിട്ട് അവരെ അഡാപ്റ്റ് ചെയ്യുക, ചേർത്ത് നിർത്തുക, അവരുടെ കുറവുകളോടുകൂടെ തന്നെ ചേർത്ത് നിർത്തുക. നമുക്കറിയാം, ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശു ഒരിക്കലും റിജക്റ്റ് ചെയ്തില്ല, ഒരിക്കലും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചില്ല. അവളെ വിടാനാണ് യേശു പറഞ്ഞത്. അവളെ അസഹ്യപ്പെടുത്തണ്ട, അവളെ വിട്, സ്ത്രീയെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ മേലാൽ നോ മോർ സിൻ അല്ലേ, ഇനി മേലാക്ക നീ പാപം ചെയ്യാതിരുന്നാൽ മതി എന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ യൗവനക്കാരെയും കൊണ്ടുവരിക. അവരുടെ എത്ര വലിയ പാപം ചെയ്ത് പാപത്തിൽ നിബന്ധിക്കുന്ന കുട്ടികളാകട്ടെ, അവരെ ചേർത്ത് നിർത്താൻ അവരെ പരിശീലിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അഫാൻ എന്ന് പറഞ്ഞ ആ യൗവനക്കാരൻ കൊല ചെയ്യാനായിട്ട് തൻ്റെ സ്വന്തം മാതാവ് അഫാനെതിരെ ഒരിക്കലും മൊഴി കൊടുത്തില്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ കോടതി പോലും ശിക്ഷ വിധിക്കുന്നിടത്ത് മാതാവിൻ്റെ മനസാക്ഷിയുടെ കോടതി മുറിക്കുള്ളിൽ തെറ്റുകാരനല്ല. വളരെ പ്രധാനമാണ്. ഒരു മാതാവ് അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭകളും നമ്മുടെ മാതാപിതാക്കളും പ്രായമുള്ള എൽഡേഴ്സൊക്കെ ഇത്തരത്തിൽ നമ്മുടെ യൗവനക്കാരെ ചേർത്ത് നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൗവനക്കാർ വേറൊരു ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അവർ പോകത്തില്ല. അവർക്ക് മനസ്സിലാക്കാൻ കഴിയും
ഇത്രയ്ക്കിത്രയേ ഉള്ളൂ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇവരെ ലിമിറ്റ് ചെയ്ത് വെക്കുന്തോറും ഇവർക്ക് ഈ ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു കൗതുകവും ആഗ്രഹവും വളരെയധികം കൂടത്തേ ഉള്ളൂ. പക്ഷെ ഇത്രയ്ക്കിത്രേ ഈ ലോകത്തിൽ നടക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവരുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ, അത് നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അവര് ഒരിക്കലും ലോകത്തിൽ ഒരിക്കലും അവര് ലോകത്തിന്റെ ട്രെൻഡിന്റെ പുറകെ പോവാതെ അവർ ഈ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിട്ട് തീർച്ചയായിട്ടും മാറും. അവർക്ക് ഭൂമിയുടെ ഉപ്പായിട്ട് അവരുടെ കൂട്ടുകാരിലേക്കും സുവിശേഷം അറിയിക്കാൻ, അവരുടെ ക്യാമ്പസുകളിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇന്ന് പല കാര്യങ്ങൾ കൊണ്ട് ലജ്ജിതരായിട്ട് കുട്ടികൾ സുവിശേഷം പറയാൻ മടിച്ചു മാറി നിൽക്കുന്ന പ്രവണതയെ നമ്മൾ കാണുന്നത്. പക്ഷെ മറിച്ച് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ക്രിയാത്മകമായ നിലകളിൽ ശക്തമായി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ യൗവനക്കാരിൽ വലിയൊരു എക്സ്പ്ലോസീവായിട്ടുള്ള വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷോൺ സാറ് ബൈബിളിൽ കണ്ട പോലെ സഭയുടെ ഭൗതിക ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ യുവാക്കളെ പരമേൽപ്പിക്കുക. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞ് ഒരു ഫുഡ് സഭ ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം യുവാക്കളെ ഏൽപ്പിക്കുക. അവരത് ചെയ്യട്ടെ, അവർ ഓർഡർ ചെയ്യട്ടെ, അവരത് സെർവ് ചെയ്യട്ടെ, അവരതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. കേവലം ഒരു ആണ്ടവസാന യോഗത്തിൻ്റെ ഡെക്കറേഷൻ മാത്രം ചെയ്യുന്നത് ഒഴിച്ച് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക്, ഉത്തരവാദിത്വങ്ങളിലേക്കും ഒക്കെ യുവാക്കളെ കയറ്റി നിർത്തിയാൽ ഒരു പരിധിവരെ അവർക്ക് കുറച്ചുകൂടെ ഹോംലി ഫീൽ ഉണ്ടാകും, അവർ കുറച്ചുകൂടെ സഭയുടെ ഭാഗം. സാറ് എന്താണ് മുമ്പിലേക്ക് സജസ്റ്റ് ചെയ്ത് യുവാക്കളെ ചേർത്ത് നിർത്താൻ? പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹോംലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ആ ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ഇവരെ മെന്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെന്റർഷിപ്പ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ യൗവനക്കാരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നേടണയിൽ സഭയിൽ ഓരോരോ വ്യക്തികൾ അവര് ഇപ്പോൾ ഒരു ഫാമിലി ആയിക്കോട്ടെ, ഇപ്പം നമ്മളെപ്പോലെയൊക്കെ ഫാമിലി ഉള്ളവരാണല്ലോ. നമ്മൾ നമ്മുടെ സഭയിലെ 5 യൗവനക്കാരുണ്ടെങ്കിൽ അതിൽ 2 പേരെ നമ്മൾ ഒരു ടൈം പീരിയഡിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇവരെ ഒന്ന് നമ്മൾ കൂടെ അവരോട് സംസാരിക്കാൻ, ഇവർക്ക് വേണ്ടി ആദ്യം നമ്മൾ കുറേ നാൾ പ്രാർത്ഥിക്കണം. ഇവരോടൊന്ന് സംസാരിക്കണം, ഓപ്പൺ അപ്പ് ആകണം. കഴിയുമെങ്കിൽ നമ്മുടെ സാമ്പത്തികം അനുവദിക്കുന്നത് പോലെ ഇവരൊന്ന് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇവരോടൊന്ന് ഫ്രീ ആകണം, നമ്മൾ ഏറ്റവും അടുത്തിടപെടണം. അന്നേരം ഇവരുടെ മെച്ചൂരിറ്റി അനുസരിച്ച് ഇവരെ ചിലപ്പോൾ ഇവരുടെ കൂടെ നമുക്കൊരു മിഷൻ ട്രിപ്പിന് പോകാം. അങ്ങനെ പല ക്രിയാത്മകമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പം ICPF-ലൊക്കെ അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരു പാരചർച്ച് ഓർഗനൈസേഷൻ ചെയ്യാനുള്ള കാരണം സഭയിൽ ഇത് ചെയ്യാത്തതുകൊണ്ടാണ്. സഭയിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സഭ ഉണ്ടാക്കിയാൽ നമ്മുടെ ഇപ്പം ഞങ്ങളുടെ ചേർച്ചിൽ ഉള്ള ഒരു ഗുണമായിരുന്നു, ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനൊരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാക്കി. എന്നാൽ സഭയിലെ എല്ലാ കുട്ടികൾ അവിടെ കളിക്കാൻ വരുമായിരുന്നു. എന്ന് ബാഡ്മിൻ്റൺ കോർട്ടിലെ കളി നിർത്തിയോ അന്ന് എല്ലാവരും തമ്മിൽ ഒരു ഗ്യാപ്പ് ആയി. പക്ഷെ ബാഡ്മിൻ്റൺ കോർട്ട് ഉള്ള കാലത്തോളം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കാരണം കളിക്കാൻ വരുമ്പോൾ നമ്മൾ പല സംഭാഷണം കൈമാറുന്നുണ്ട്, അവിടെ ഒരു മെൻറ്റർഷിപ്പ് നടക്കുന്നുണ്ട്. അവിടെ മുതിർന്ന അച്ഛന്മാരൊക്കെ എന്നെ മെൻറ്റർ ചെയ്യുന്നവരുണ്ടായിരുന്നു. അതായത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പം തീത്തോസിന്റെ ലേഖനത്തിൽ മുതിർന്ന സ്ത്രീകളെ പറ്റി പറയുന്ന മുതിർന്ന സ്ത്രീകൾ ഇളയ സ്ത്രീകളെ, സഹോദരിമാരെ മെന്റർ ചെയ്യാൻ അവിടെ പറയുന്നത്, ഭർത്തൃപ്രിയന്മാരാകത്തക്ക രീതിയിൽ. ഇവിടെ മുതിർന്ന ആന്റിമാർ പലപ്പോഴും പ്രായം കുറഞ്ഞ സഹോദരിമാരെ കുറ്റം പറയുന്നതും അങ്ങനത്തെ പല കാര്യങ്ങളാണ് പ്രവണത കാണുന്നത്. പക്ഷെ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇവരെ മെന്റർ ചെയ്യുക, ഇവരെ ഇൻവോൾവ് ആക്കുക, ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇവരെ മിഷൻ ട്രിപ്പിൽ കൊണ്ടുപോകും. മിഷൻ ട്രിപ്പിൽ പോയി മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് വന്നവരെ എനിക്കറിയാം. കാരണം ഒരു മിഷൻ ട്രിപ്പിൽ പോയപ്പോൾ ഇവർ ആ സാഹചര്യം കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ നമുക്കുള്ള സാഹചര്യം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ പാവപ്പെട്ടവർ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ ഞാനൊക്കെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് മാനസാന്തരപ്പെട്ട് ഒത്തിരി കുട്ടികളുണ്ട്. നമ്മുടെ നല്ല ഓർഗനൈസേഷൻ്റെ ക്യാമ്പുകളിൽ ഇവരെ പറഞ്ഞു വിടുക, നല്ല നല്ല ആത്മീയ അനുഭവങ്ങൾ ഇവർക്ക് കിട്ടുന്ന ഇടങ്ങൾ ഇവരെ
ഇച്ചിരൂടെ ഇവർ വക്രബുദ്ധി ആയിത്തീരുന്ന ഇടങ്ങൾ പറഞ്ഞു വിടാതെ ഇച്ചിരൂടെ ഇവരെ സ്പിരിച്വലായിട്ട് ഇവരെ നയിക്കുവാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇടങ്ങൾ ഇവരെ പറഞ്ഞു വിടുക, സ്വാതന്ത്ര്യം കൊടുക്കുക ആൾക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒന്ന്. അങ്ങനത്തെ ഇടങ്ങളെ ഇവരെ പറഞ്ഞു വിടണം, അങ്ങനത്തെ കാര്യങ്ങളെ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് നേടാൻ പറ്റും. ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഞാനും കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടൊരു കാര്യം, എൻ്റെ അടുത്തൊരു ആൻറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോണിൽ ഒരു ഗ്രൂപ്പിൽ നിറയെ മെസ്സേജ് വരും, എല്ലാം വോയിസ് മെസ്സേജാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ വരുന്നു, കുഞ്ഞുങ്ങളെന്തോ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ, അപ്പോൾ അവരുടെ ചർച്ചിൽ നിർബന്ധമാണ് എല്ലാ ദിവസവും ഒരു പോർഷൻ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ പോർഷൻ വായിച്ചിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്നുള്ളത് നിങ്ങളുടെ വോയിസ് നോട്ട് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ അവരെല്ലാം നല്ല രീതിയിൽ അത് വായിച്ച് അവരുടെ വോയിസിൽ അവർക്ക് എന്ത് മനസ്സിലായി എന്നുള്ള കാര്യം ആ ഗ്രൂപ്പിൽ പൊതുവെ പറയാം. ഗ്രൂപ്പിൽ മാതാപിതാക്കളുണ്ട്, ചർച്ച് പാസ്റ്ററുണ്ട്, ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാ ദിവസവും ബൈബിള് വായിക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടാ. അപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സമ്മാനവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ ബൈബിള് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ, സാറ് പറഞ്ഞ പോലെ മിഷൻ ട്രിപ്പുകള്, ബാഡ്മിന്റൺ കോർട്ടുകള്, സാറ് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഓറിയന്റഡ് ആയിട്ടുള്ള പ്രസംഗങ്ങള്, അഡാപ്റ്റബിലിറ്റി ഉണ്ടാകട്ടെ, അവരെ ചേർത്ത് നിർത്താൻ അഫാന്റെ അമ്മയെ പോലുള്ളൊരു ഹൃദയം നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകട്ടെ, നമ്മുടെ യൗവനക്കാരെ ചേർത്ത് നിർത്തട്ടെ. ഒരു കാര്യയുടെ പാസ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമൂടെ പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഈ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കും. എൻ്റെ മനസ്സിൽ പലപ്പോഴും പല പ്രസംഗങ്ങളും പറയുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിലൊരു ബേർഡൻ, ഞാൻ നേരത്തെ അത് പറഞ്ഞ്, ഈ അന്ത്യകാലത്തിൽ ദൈവം ഒരു വലിയ ചലനം ദൈവം വരുത്തും. എല്ലാ നൂറ്റാണ്ടിലും, എല്ലാ 100 വർഷത്തിൽ നമ്മൾ നൂറ്റാണ്ടെടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ നൂറ്റാണ്ടിലും ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിൽ പല മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. പക്ഷെ വളരെ റാഡിക്കലായിട്ട്, വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പിനെ ദൈവം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വചനത്തിൽ കൂടെ മനസ്സിലാകും. നമുക്ക് പ്രാർത്ഥിക്കുന്ന പല ദൈവദാസന്മാരും ആൻറ്റിമാരും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആഴമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ വാഗ്ദത്തത്തെ ഓർത്ത് ആ ചലനം ഉണ്ടാകുന്ന ദൈവസന്നിധി പ്രതീക്ഷിച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാരും നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ കരം ഈ കാലഘട്ടത്തിൽ, ഈ വർഷത്തിൽ തന്നെ നമ്മൾ പ്രത്യക്ഷമായി അത് കാണും. പല യൗവനക്കാരും രംഗത്ത് വരുന്നത് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നമ്മൾ കാണും. ഒരു അന്ന പ്രവാചകി ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തൻ്റെ മുൻപിൽ പ്രാർത്ഥനയുടെ ഉത്തരം കണ്ടതുപോലെ, ഒരു ശിമയോൻ താൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നത് പോലെ, പ്രായമുള്ളവർക്ക് ഇതിനകത്ത് റോളുണ്ട്. യൗവനക്കാരെ പറഞ്ഞ് നമ്മൾ അവിടം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുമല്ല. പ്രായമുള്ളവർ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചാൽ അവരെ കണ്ണടയുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വരവിന് മുൻപാകെ കർത്താവ് ഒരു കൂട്ടം യൗവനക്കാരെ ഈ സമൂഹത്തിൽ എഴുന്നേൽപ്പിക്കുന്ന നമ്മൾ സ്വന്തം കണ്ണാൽ കാണും, അവരും കാണും. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഒരു സംഘം എഴുന്നേൽക്കണമെന്ന് ഞാൻ ഈ തരുണത്തിൽ ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സുദീർഘമായ സമയം ചർച്ച ചെയ്തത് നമ്മുടെ യൗവനക്കാര് സഭ വിട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൽ പ്രധാനപ്പെട്ട കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അവരെ ചേർത്ത് നിർത്താനും, ഒടുവിലായി സാറ് പറഞ്ഞു നിർത്തിയതുപോലെ ഒരു അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമായി അവർ എഴുന്നേറ്റ് വരാൻ, അവരുടെ പിൻപിൽ പ്രാർത്ഥനയുടെ ഒരു വലിയ മതിൽ തീർക്കാനും നമുക്ക് കഴിയട്ടെ. ഈ പരിമിതമായ സമയത്തിനകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരുപാട് പരിമിതിയുണ്ട്, ഉത്തരങ്ങളിൽ പരിമിതിയുണ്ട്, ആശയങ്ങൾ പരിമിതിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രയത്നം നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യൗവനക്കാരെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും അവരെ ചേർത്ത് നിർത്താനുള്ള ഞങ്ങളുടെ ഒരു ബേർഡനാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത് മുഖാന്തരം നമ്മുടെ യൗവനക്കാർക്ക് ഒരു ഉണർവുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷോൺ സാറിനോടും പ്രശാന്ത് സാറിനോടും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി ഉണരാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.